അതിനെ ചൊത്ത എന്തിനാണ് ഒരാൾ ഓടി വരും കേട്ടോ. അതിൻ്റെ ചൊത്താണ് രാവിലെ എന്നെ കാത്ത് നിൽക്കുകയാണ്. ഞാനാണ് ചോറ് കൊടുക്കുന്നത്. നല്ല സ്നേഹമാണ്. കുളിപ്പിച്ചില്ല എൻ്റെ കൊച്ചിനെ. ഇതൊന്നും അല്ല അവൻ്റെ കളറ്, നല്ല വെളുവിളായിരിക്കുന്നതുകൊണ്ട് അവൾ വന്നു. സൂസി, ഇതാണ് എൻ്റെ ഗേൾ ഫ്രണ്ടാണിത്. ചൂച്ചുപ്പെണ്ണ അവൾ വരുന്നുണ്ട്. അവൻ സമ്മതിക്കില്ല. അവളെ തുടങ്ങി ഉണ്ടാ ചൂച്ചിയായി കുളിപ്പിക്കാം കേട്ടോ. ഡേക്കളെ കുളിപ്പിക്കാം കേട്ടാ. വേണ്ട കയ്യിൽ നക്കുന്നു. ഇന്ന് കുളിപ്പിക്കാം കേട്ടാ. എൻ്റെ കൊച്ചിനെ ഇന്ന് കുളിപ്പിക്കാം. മഴ ആയതുകൊണ്ടാണ് കുരങ്ങി. എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഈ സ്നേഹം. പിള്ളേരെയൊക്കെ കിട്ടിയാൽ പൊളിച്ചെടുക്കും. അപ്പോൾ രാവിലെ നമ്മളൊരു ദിവസം ആരംഭിക്കുകയാണ്. ഇന്നത്തെ കാര്യങ്ങൾ ഓരോന്നായിട്ട് തുടങ്ങേണ്ട സമയമായി. നല്ല തണുപ്പുണ്ട്, നല്ല മഴ കേട്ടാ. ഇവിടെയൊക്കെ ഇന്നലെ രാത്രി മൊത്തം മഴയായിരുന്നു. മഴ കഴിഞ്ഞ് അതിൻ്റെ മീൻ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. നിറച്ച് ഗപ്പിയാണ് കേട്ടാ. ഇതിനകത്ത് 3 തവളകൾ കിടപ്പുണ്ട്. തവളക്കുട്ടന്മാർ. അവന്മാർ എന്നെ കണ്ടോണ്ടങ്ങ് മുങ്ങിക്കളഞ്ഞു. കരയിലും വെള്ളത്തിലും ജീവിക്കുകയല്ലേ, അതുകൊണ്ട് അവരങ്ങ് മുങ്ങി. ഇതിനകത്തൊക്കെ വെറൈറ്റി ഗപ്പി കുഞ്ഞുങ്ങളെ നമ്മൾ ഇട്ടേക്കാണ്. 2 പേരെ വെച്ചേ ഉള്ളൂ. കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്ക് എടുത്ത് മാറ്റും. അത് അവിടെ ഇവിടെ ഈ ഒരു ഭാഗത്താണ് വെച്ചേക്കുന്നത്. ഒരു മണിക്കൂറോളം അവന്മാരൊക്കെ ഫ്രീ ആയിട്ട് ഇവിടെയൊക്കെ ഓടി നടക്കാനുള്ള അനുവാദമുണ്ട്. അത് കഴിയുമ്പോൾ കെട്ടിയിടും. ആഹാരം കൊടുത്തിട്ടേ കെട്ടിയിടും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഫ്രീഡത്തിൽ പുള്ളിക്കാരങ്ങനെ നടക്കുകയാണ്. അവളെ കണ്ടില്ല. ആളവിടെ ഒതുങ്ങി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അവൻ കിടക്കില്ല. എൻ്റെ കൊച്ചിൻ്റെ കളർ ഇതൊന്നും അല്ല കേട്ടോ. ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഒരു ഫോട്ടോ ഇട്ട് തരാം. മഴ ആയതുകൊണ്ട് കുളിപ്പിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ആരെങ്കിലും ഗേറ്റിൻ്റെ പുറത്തൂടെ പോകുമ്പോഴത്തേക്ക് ഇവർ 2 പേരും കൂടെ ഇതാണ് പരിപാടി. ഒരാവശ്യമില്ല, എന്നും കാണുന്നവരാണ്. എന്നാലും ഗേറ്റിൻ്റെ വെളിയിൽ കൂടെ ആരെങ്കിലും പോയാൽ യുവമാരിങ്ങനെ അവിടെ നിന്നിട്ട് നോക്കിയിട്ട് വീണ്ടും പോവുകയാണ്. ഞാൻ വഴക്കുറഞ്ഞ് ഞാൻ തളർന്നു. ഇപ്പോൾ ഞാൻ ഒന്നും ലിയോഞ്ഞാടാ വിളിച്ചോണ്ട് പാടിയോനെ. ലിയോ ഇനി വാ, മക്കളിഞ്ഞ് വാ, വാടാ എവിടാ. ഡേയ് സൂസി നീ കുരങ്ങി ഇങ്ങോട്ടോ പടി. എന്തേരാണ് തന്നെ ഭയങ്കര സ്നേഹം കേട്ടാ. സ്നേഹം മൂത്ത് കിടക്കുന്നത്. സ്നേഹത്തോട് സ്നേഹം ഉണ്ട് നിനക്ക്. മുളരുത്. നീയാണ് അവനെ വഷളാക്കുന്നത് കേട്ടാ. 2 പേരും കൂടെ എത്തിയിട്ടുണ്ട്. സുസി ഇപ്പം കൊണ്ടുവന്നതാണ് കേട്ടാ. ലിയോ ഒരുപാട് നാൾക്ക് മുന്നേ ഇവിടെ ഉണ്ട്. അല്ല, ഇവനെ ഇപ്പം ലിയോയ്ക്ക് 1 വയസ്സ് ആവാൻ പോകുന്നു. സൂസിക്ക് 8-9 മാസമാവും. ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കാറിൻ്റെ AC നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എല്ലാ വണ്ടിയിലെയും 3 മാസം ആകുമ്പോഴത്തേക്ക് ഇളക്കി ക്ലീൻ ചെയ്യണം. 6 മാസത്തിൽ ഫിൽറ്റർ മാറണം. അതല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഇവാപ്പറേറ്ററിന് അഴുക്ക് കയറിയിട്ട് AC കംപ്ലൈൻ്റ് ആവും. ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിച്ചത് നമ്മളെ വാഗണറിൻ്റെ ഫിൽറ്റർ എങ്ങനെയായി എന്നുള്ളത് ഞാൻ കാണിച്ചത്. ഞാൻ മാറി വരുന്നത് കാണിച്ചത്. ഇത് പഴയ ഫിൽറ്ററാണ്. ഈ ഫിൽറ്ററിനകത്തുള്ള അഴുക്ക് നിങ്ങൾ കണ്ട. ഇത് നല്ല വൈറ്റ് കളറിൽ ഇരിക്കേണ്ട സാധനമാണ്. ഈ സാധനം അഴുക്ക് കയറി അടഞ്ഞു കഴിഞ്ഞാൽ AC-യുടെ അകത്തോട്ട് നമുക്ക് തണുപ്പ് വരുന്ന ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനകത്തോട്ട് അഴുക്ക് കയറിയിട്ട് അത് ലീക്കാവും. അത് ലീക്കായി കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് ഫുള്ള് നമ്മൾ ഇളക്കേണ്ടി വരും. ആ ഇളക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കിടപ്പുണ്ട്. ഡാഷ്ബോർഡ് ഫുള്ള് ഇളക്കി, ഏത് വണ്ടിയായാലും ഇളക്കിയെടുത്ത് പിന്നെ അത് കഴുകി അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ട് വേണം. ഇതിൻ്റെ പുതിയതിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം. ഇരിക്കുന്നുണ്ട്, ഇത് കണ്ട. ഇതേ കണക്ക് വൈറ്റായിട്ട് ഇരിക്കേണ്ടതാണ്. ഇത് കൂടുതലും നമ്മൾ വണ്ടിയിലെ അകത്ത് നമ്മളെ ചെരുപ്പിൻ്റെ അടിയിൽ നിന്നുള്ള മണ്ണാണ് ഈ ബ്ലോവർ ഫാൻ വലിച്ച് അതിനകത്തോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ പോയി അതിലടിയുന്നത്. ഇത് കറക്റ്റ് സമയത്ത് നമ്മൾ മാറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പൈസയാവും. AC ഇളക്കി പണിയേണ്ടി വരും. AC മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആവും, ലീക്കാവും. ആ ഗ്യാസ് നമ്മൾ ശ്വസിക്കേണ്ടി വരും. അകത്തുനിന്നായിരിക്കും ലീക്കാവുന്നത്. ഇവാപ്പറേറ്റർ ലീക്കായി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളുമായിരിക്കും അത് ശ്വസിക്കുന്നത്. അത് ഭയങ്കര ഡേഞ്ചറായ ഗ്യാസാണത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എല്ലാവരും AC ഫിൽറ്റർ ഇന്ന് തന്നെ
അടുത്തുള്ള ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇളക്കി ക്ലീൻ ചെയ്ത്, അല്ലെങ്കിൽ മാറേണ്ടതാണെങ്കിൽ അപ്പോഴേ മാറിയിടുക. ഇവർ ഇവിടെ കിടന്ന സാധനങ്ങളെല്ലാം കൂടെ കടിച്ചു മുറിച്ച് വാരി ഇട്ടേക്കുന്നതാണ്. അല്ലേ, ഇത്രയും ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം, കിടക്കുന്ന പഴയ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് കടിച്ച് മുറിച്ച് ഇവിടെ അത്രയിട്ടേക്കണം. ഇതെല്ലാം ഞാൻ വൃത്തിയാക്കണം. ഞാൻ വൃത്തിയാക്കുന്നത് അപ്പം അവർ രണ്ടുപേരും കൂടെയാണ് ഇത് ഇത്രയും ഇവിടെ ആക്കി വെച്ചത്. എന്നിട്ട് ഞാൻ വൃത്തിയാക്കുന്നത് അവർ രണ്ടുപേരും കൂടെ വന്നിരുന്ന് കിടന്ന് നോക്കി എന്നെ സഹായിക്കണം, കണ്ട് സഹായിക്കണം. എന്താ നോക്കുന്നുണ്ടോ? കള്ള നോട്ടം നോക്കുന്നുണ്ടോ അവൻ? അപ്പം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ പോയി എൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. കൊച്ചുങ്ങളെ പഠിക്കാനായിട്ട് കൊണ്ടാക്കണം. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം. ക്യാമറയൊക്കെ വെട്ടമൊക്കെ കുറവാണ്, കാരണം ഞാനിപ്പോൾ തുടക്കക്കാരനായതുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ക്ലിയറൊക്കെ നമുക്ക് വരുത്താം കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വേറൊന്നുമില്ല, എന്നാലും സബ്സ്ക്രൈബൊക്കെ എല്ലാവരിക്കുന്നത് വെക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. ഫിൽറ്റർ കൊണ്ട് വയ്ക്കട്ടെ. അപ്പം എല്ലാവർക്കും നന്ദി. എന്നെ കണ്ടവരാരെങ്കിലും ഉണ്ട്, ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്ദി. നാളെ കാണാം. നാളെ അല്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ഇതുമായിട്ട് വരാം. എൻ്റെ വർക്ക്ഷോപ്പ് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഫ്രണ്ട് ഗേറ്റാണ്, ഇതുവഴിയാണ് വണ്ടികൾ വരുന്നത്. ഈ കാണുന്നത് ഒരു ജിംനേഷ്യമാണ്. മഴയായതുകൊണ്ട് ഭയങ്കര മന്ദാരമാണ്, അതുകൊണ്ടൊന്നും അറിയത്തില്ല. ഇതൊരു ജിംനേഷ്യമാണ്, ലേഡീസിൻ്റെ ജിംനേഷ്യമാണ് തൊട്ടപ്പുറത്ത്. അവിടുത്തെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വെച്ച വാഴയാണ് അവിടെ ഇരിക്കുന്ന 2 വാഴ. അതിന് വളമിടണം. ഇത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. എൻ്റെ ഇടയിൽ കൂടെ ടാങ്കിൻ്റെ സൈഡിൽ കൂടെ പോകുന്നവന് എൻ്റെ മൂത്ത പുത്രൻ. എൻ്റെ ബാക്കിൽ നിന്ന് അവനെ എസ്കോർട്ടായിട്ട് പോകുന്നത് ലിയോ എന്നെ കണ്ട് ഇങ്ങോട്ട് വരികയാണ്. പിന്നെ ഇതെൻ്റെ ബൈക്ക്, ഇതിൻ്റെ സ്കൂട്ടി, അത് ഞാൻ സ്റ്റാഫൊക്കെ കൊണ്ട് എടുത്ത് വെച്ചേക്കുന്ന വണ്ടി. പിന്നെ ഇത് എൻ്റെ വൈഫിൻ്റെ സ്കൂട്ടി, ഇതിൻ്റെ കാറ്, ഇതെൻ്റെ ഷെഡ്, ഗ്യാരേജ്. ചിന്ന കമ്പനി, ചിന്ന ഷോപ്പാണ് കേട്ടോ.